ഷീജ, മഞ്ഞുരുകിയോ എന്ന് ഷീജ ചോദിക്കുന്നു. ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾ. എന്തൊക്കെയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്? എന്താണ് സതീശൻ പറഞ്ഞത്? ഇരുവരും പറഞ്ഞ കാര്യങ്ങൾക്കപ്പുറത്തേക്കുള്ള വസ്തുതയും എന്ത്? ഷീജ. തീർച്ചയായും അജിംഷാദ്, ഏതായാലും ഇപ്പോൾ ഒരു മഞ്ഞുരുക്കം സംഭവിച്ചു എന്ന് നമുക്ക് പറയുവാൻ വേണ്ടി സാധിക്കുകയില്ല. കാരണം രണ്ടുപേരുടെയും മറുപടിയിൽ നിന്നും അതിൽ കൃത്യമായ കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട്. കാരണം ഒരു തരത്തിലും ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. മന്ത്രിസഭയിലേക്ക് രമേശ് ചെന്നിത്തല ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് പോലും നിയുക്ത മുഖ്യമന്ത്രിക്ക് കൃത്യമായ രീതിയിൽ ഒരു മറുപടി പറയാൻ സാധിക്കുന്നില്ല. അതിൽ ഒരു തീരുമാനം ഉടൻ തന്നെ സ്വീകരിക്കും, ഹൈക്കമാൻഡ് സ്വീകരിക്കും എന്നുള്ളൊരു മറുപടി മാത്രമാണ് ഉണ്ടാകുന്നത്. അതിൽ ഈ പറയുന്നത് പോലെ തന്നെ ഏത് വകുപ്പാണെങ്കിലും സ്വീകരിക്കാൻ തയ്യാറാവണോ എന്നുള്ള കാര്യം രമേശ് ചെന്നിത്തലയോടും ചോദിച്ചു. അദ്ദേഹം അതിന് മറുപടി നൽകിയില്ല. അതിൽ നിന്ന് തന്നെ, അദ്ദേഹത്തിന്റെ മൗനത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് അതിലുള്ള വിയോജിപ്പ് കൃത്യമായ രീതിയിൽ പ്രകടമാകുന്നുണ്ട്. ഏതായാലും ഈ ഒരു കൂടിക്കാഴ്ചയിൽ പ്രത്യേകിച്ച് ഒരു സമവായ ഫോർമുലയും വർക്ക് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് പ്രധാനമായും പറയേണ്ടത്. തന്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ്, തന്റെ ഗുരുസ്ഥാനീയനാണ് എന്നൊക്കെ വി ഡി സതീശൻ അവകാശപ്പെടുമ്പോഴും അദ്ദേഹത്തെ തന്റെ ഗുരുസ്ഥാനത്ത് കാണുന്ന, തന്റെ ജ്യേഷ്ഠനായി കാണുന്ന വ്യക്തിയെ മന്ത്രിസഭയിലേക്ക് കൂട്ടുന്ന കാര്യത്തിൽ മാത്രം അദ്ദേഹത്തിന് കൃത്യമായ ഒരു മറുപടിയില്ല എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രസക്തമാകുന്ന കാര്യം. അത് തന്നെ വ്യക്തമാക്കുന്നു ഇതിൽ ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പ് ഫോർമുലയും വർക്കായിട്ടില്ല എന്നുള്ള കാര്യം. ഏതായാലും ഇതിൽ സമവായ ശ്രമങ്ങൾ തുടരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഹൈക്കമാൻഡിൽ നിന്നുള്ള അടക്കമുള്ള ഇടപെടൽ, അതിൽ തന്നെയാണ് ഇനി പ്രതീക്ഷയുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഏതായാലും തിങ്കളാഴ്ച സത്യപ്രതിജ്ഞയ്ക്ക് മന്ത്രിസഭ ഒന്നടക്കം സത്യപ്രതിജ്ഞ ചെയ്യണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഒരു താല്പര്യം എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെ ഒന്നടക്കം സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരുന്ന ഒരു ഘട്ടമാണെങ്കിൽ ചെന്നിത്തലയെ ഒപ്പം കൂട്ടണമെങ്കിൽ ചെന്നിത്തല പറയുന്ന ചെന്നിത്തലയുടെ ഡിമാൻഡ് കൂടി അംഗീകരിക്കപ്പെടേണ്ടതുണ്ട്. പക്ഷേ ചെന്നിത്തലയുടെ ഡിമാൻഡ് അത് ആഭ്യന്തര വകുപ്പാണ്. ആ ആഭ്യന്തര വകുപ്പ് അംഗീകരിക്കാൻ ഇതുവരെയായി വി ഡി സതീശൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നും വ്യക്തമാകുന്നതും വായിച്ചെടുക്കാൻ സാധിക്കുന്നതും. ഇനി ഏത് രീതിയിലുള്ള ഒരു ഫോർമുലയിലായിരിക്കും അടുത്ത ഹൈക്കമാൻഡ് രമേശ് ചെന്നിത്തലയെ സമീപിക്കുക എന്നുള്ളത് തന്നെയാണ് കണ്ടറിയേണ്ടത്. ഏതായാലും രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ ശക്തമായ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. തനിക്ക് പ്രധാനപ്പെട്ട, പ്രത്യേകിച്ചും മുഖ്യമന്ത്രി സ്ഥാനത്തോ തന്നെ കൃത്യമായ രീതിയിൽ പരിഗണിച്ചില്ല. ആ ഒരു ഘട്ടത്തിൽ മന്ത്രിസഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പായ ആഭ്യന്തര വകുപ്പ് തന്നെ തനിക്ക് നൽകണം, അല്ലാത്ത പക്ഷം മന്ത്രിസഭയിലേക്ക് ഇല്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് രമേശ് ചെന്നിത്തല ഉറച്ചു എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാകുന്നത്. അജിംഷാദ്.